ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പാർട്ടുകൾ ഇങ്ങനെ അധികരിച്ചു വരുന്നതിന് കാരണം നമ്മളിതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്താണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അധികരിച്ച് വരുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഇതിൻ്റെയൊക്കെ സിംപ്ലിഫൈ ആയിട്ടുള്ള നോട്ട് വീഡിയോസായിട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഡീറ്റെയിൽ ക്ലാസ് ആവശ്യമുള്ളവർക്കാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഇടുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് സിംപ്ലിഫൈ നോട്ട് മതി എന്നുള്ള അഭിപ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നോട്ട് മാത്രമായിട്ടുള്ള വീഡിയോസ് ഇട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് വെച്ചാൽ ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തമോ ഗർത്തത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 20 മീറ്റർ ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കാൻ അനുവദിച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു. അപ്പോൾ വസ്തുവിൻ്റെ മാസ് നമുക്ക് പറയാം, ഇവിടെ തന്നിട്ടുണ്ട് 10 കിലോഗ്രാം ആണ്. അങ്ങനെയുള്ള ഒരു വസ്തുവിനെ 20 മീറ്റർ ഉയരത്തിൽ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് പതിക്കാൻ അനുവദിച്ചാൽ, അപ്പോൾ ഇവിടുത്തെ അകലം എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അത് തറയിലെത്താൻ എത്ര സമയമെടുക്കും? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് തറയിലെത്താൻ വേണ്ട സമയം എത്ര? അവിടെ നമ്മൾ സമയം കണ്ടെത്തണം. ഇനി രണ്ടാമതൊരു B ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ചന്ദ്രനിലാണെങ്കിൽ തറയിലെത്താൻ എത്ര സമയം വേണ്ടി വരും എന്ന് കണക്കാക്കുക. അപ്പോൾ ഇവിടെ ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ജി ഭൂമിയിലാണെങ്കിൽ, എർത്തിലാണെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നെടുക്കുക. ചന്ദ്രനിലാണെങ്കിൽ ജി 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും എടുക്കുക. ഇനി ശരിക്കും ഭൂമിയിൽ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു വെച്ചതാണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഭൂമിയിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് ഭൂമിയിൽ ജിയുടെ വാല്യൂ ചോദിച്ചാൽ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷേ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാൻ എളുപ്പത്തിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ജിയുടെ മൂല്യം ഭൂമിയിൽ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വെച്ച് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് എഴുതാം. അപ്പോൾ 10 കിലോഗ്രാം മാസാണ്. മാസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ M എന്ന് പറയുന്നത് 10 kg ആണ്. 10 കിലോഗ്രാം മാസാണ്. ഇനി ഇവിടുത്തെ അകലം, ഉയരം എത്രയാണ് തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് C=20 മീറ്റർ ആണ്. 20 മീറ്റർ ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കാൻ അനുവദിച്ചാൽ അത് തറയിലെത്താൻ എടുക്കുന്ന സമയം എത്ര? T= എത്ര? ഇവിടെ തന്നിട്ടില്ല, ആ സമയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ ജിയുടെ മൂല്യം തന്നിട്ടുണ്ട്. ജിയുടെ മൂല്യം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ജിയുടെ മൂല്യം എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? S=ut + ½ AT സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ½ GT² ആണ്. ½ GT². അപ്പോൾ ഇവിടെ എന്താണ്? S=ut + ½ GT² നമ്മൾ എടുത്തു. അപ്പോൾ ഇവിടെ U എന്ന് പറയുന്നത് എന്താണ്? ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്, 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് S=½ GT²
നമ്മളിവിടെ എടുത്തു. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ഉയരമെന്ന് പറയുന്നത് എത്രയാണ്? എസ് എന്ന് പറയുന്നത് 20 ഇവിടെ ഹാഫ് നമ്മൾ എടുത്തു. ഇനി ഇവിടുത്തെ ജിയുടെ മൂല്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 10 മീറ്റർ/സെക്കൻഡ് ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഹാഫ് ഇൻറ്റു 10 ടി ഇൻറ്റു ടി സ്ക്വയർ 10 ഇൻറ്റു ടി സ്ക്വയർ എന്ന് നമുക്കിവിടെ എഴുതാം. ഇനി അടുത്തെന്താണ്? 20 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ടി സ്ക്വയർ അല്ലേ? അപ്പോൾ ഈ ഇത് രണ്ടും വെട്ടും. ഇവിടെ അപ്പം നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇത് എത്ര എഴുതിയെടുക്കാം? ഈ 20 ഈസ് ഈക്വൽ ടു 5 ടി സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇവിടെ നമ്മൾ ടി സ്ക്വയർ ഇപ്പുറത്ത് കാണണം. ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 20/5. 20/5 വരുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 4 കിട്ടും. അപ്പം നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടി ഈസ് ഈക്വൽ ടു √4. √4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 അപ്പോൾ നമുക്കിവിടെ 2 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 2 സെക്കൻഡാണ്. അപ്പോൾ ഇവിടെ 2 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു തറയിലെത്താൻ വേണ്ടിയിട്ട്, ആ ഒരു വസ്തു തറയിലെത്താൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 2 സെക്കൻഡ് സമയമാണ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചന്ദ്രനിലാണെങ്കിൽ തറയിലെത്താൻ എത്ര സമയം വേണ്ടി വരുമെന്ന് കണക്കാക്കുക. അപ്പോൾ ഇത് ചന്ദ്രനിലാണെങ്കിൽ തറയിലെത്താൻ എത്ര സമയമെടുക്കും? അത് നമുക്ക് ഇതുപോലെ ഇക്വേഷൻ എഴുതി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചന്ദ്രനിലാണെങ്കിൽ എത്ര സമയം കൊണ്ട് ഇതെത്തുമെന്ന് നമ്മൾ നോക്കാം. ഇവിടെ നമ്മൾ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനാണ് എടുത്തത്. ഇവിടെ എസ് എന്ന് പറയുന്ന 20 20 നമ്മുടെ ഇക്വേഷൻ എഴുതി കൊടുക്കണം. ഇവിടെ ചന്ദ്രനിലെത്താൻ ഇവിടെ തന്നിട്ടുണ്ട് 1.62 ഇവിടത്തെ ഈ ചന്ദ്രനിലെത്താൻ വേണ്ട സമയമെന്ന് പറയുന്നത്. അപ്പോൾ 1.62 ചന്ദ്രനിലെത്തേണ്ട. ചന്ദ്രനിൽ ജിയുടെ മൂല്യം എന്ന് പറയുന്നത്, ജിയുടെ വാല്യൂ നമ്മളിവിടെ എഴുതണം. 1.62 ഇൻറ്റു എന്ത്? ടി സ്ക്വയർ. ഇനി ഇവിടെ നമുക്ക് ഇവിടെ 40 ഈസ് ഈക്വൽ ടു 1.62 ഇൻറ്റു ടി സ്ക്വയർ എന്ന് നമുക്കിവിടെ കിട്ടും. ഇത് രണ്ടും കൂടി നമ്മൾ ചെയ്തു. അപ്പോൾ 40 ഈസ് ഈക്വൽ ടു 1.62 ഇൻറ്റു ടി സ്ക്വയർ എന്ന് നമുക്കിവിടെ കിട്ടി. അടുത്ത നമ്മൾ ടി സ്ക്വയർ കണ്ടെത്തണം. ടി സ്ക്വയർ കാണുന്നതിന് വേണ്ടിയിട്ട് ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 1.62 ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 24.69 എന്ന് കിട്ടും. അപ്പോൾ 24.69 എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു √24.69 എന്നത് എത്രയാണ്? 4.9 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ചന്ദ്രനിലെ ആ ഒരു സമയം എന്ന് പറയുന്നത് 4.9 നമ്മൾ എത്ര സെക്കൻഡായിട്ട് എടുക്കും? 5 സെക്കൻഡായിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ 5 സെക്കൻഡ് എന്ന് ഇനി ഇതാണ് എങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. അല്ല എങ്കിൽ നമ്മൾ ഏകദേശം ഒരു കണക്കാണ്. 5 സെക്കൻഡ് PSCയുടെ ആൻസറൊക്കെ ചിലപ്പോൾ 5 സെക്കൻഡ് എന്നൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? 5 സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മൾ ചന്ദ്രനിലാണെങ്കിൽ തറയിലെത്താൻ എത്ര സമയം വേണ്ടി വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പറയാം? 5 സെക്കൻഡ് വേണ്ടി വരും എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മാസും ഭാരവും, മാസ് ആൻഡ് വെയിറ്റ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ്, മാസ് എന്താണ്, ഭാരം എന്താണ്, ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ ഇന്ന് നമ്മൾ മാസും ഭാരവും എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യം, ആ ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഇനി
മാസ് അളക്കുന്നത് ഏത് ഉപകരണം ഉപയോഗിച്ചാണ്? മാസ് അളക്കുന്ന ഉപകരണമാണ് കോമൺ ബാലൻസ്. കോമൺ ബാലൻസ്, അതായത് ഇതാണ് മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇതാണ് കോമൺ ബാലൻസ് എന്ന് പറയുന്നത്. കോമൺ ബാലൻസിൽ മറ്റൊരു വസ്തുവിൻ്റെ മാസുമായി താരതമ്യം ചെയ്താണ് ഒരു വസ്തുവിൻ്റെ മാസ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ കോമൺ ബാലൻസിൽ ഒരു വസ്തുവിൻ്റെ മാസ് കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? മറ്റൊരു വസ്തുവിൻ്റെ മാസുമായി താരതമ്യം ചെയ്താണ് നമ്മൾ കോമൺ ബാലൻസിൽ എന്ത് ചെയ്യുന്നത്? ഒരു വസ്തുവിൻ്റെ മാസ് കണക്കാക്കുന്നത്. അപ്പം മാസിൻ്റെ യൂണിറ്റ് എന്താണ്? മാസിൻ്റെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയാം കിലോഗ്രാം ആണ് മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇനി നമ്മളിവിടെ പറഞ്ഞു മാസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താ മാസ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അല്ലേ? എന്താണ്? ഒന്നുകൂടി പറയാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. മാസ് അളക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ഏതാണ്? കോമൺ ബാലൻസ് ആണ്. കോമൺ ബാലൻസിൽ നമ്മൾ എങ്ങനെയാണ് മാസ് അളക്കുന്നതെന്ന് ചോദിച്ചാൽ കോമൺ ബാലൻസിൽ മറ്റൊരു വസ്തുവിൻ്റെ മാസുമായി താരതമ്യം ചെയ്താണ് ഒരു വസ്തുവിൻ്റെ മാസ് കണക്കാക്കുന്നത്. ഇനി മാസിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ് മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഭാരത്തെക്കുറിച്ചാണ്. എന്താണ് ഭാരം എന്ന് പറഞ്ഞാൽ? ഭാരം എന്ന് പറഞ്ഞാൽ ഒരു ബലമാണ്. അപ്പം ഭാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബലമാണ് ഭാരം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരം. അപ്പോൾ ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം, ആ ആകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭാരമെന്നും എന്താണ് മാസം എന്നും നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഭാരം എന്നത് ഒരു ബലമാണെന്ന് പറഞ്ഞു. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് എന്ത്? ആ വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരമെന്നും നമ്മൾ പഠിച്ചു. ചന്ദ്രനിലോ മറ്റ് ആകാശഗോളങ്ങളിലോ ആയിരിക്കുമ്പോൾ ആ ഗോളങ്ങൾ വസ്തുവിനെ ആകർഷിക്കുന്ന ബലമാണ് വസ്തുവിൻ്റെ അവിടത്തെ ഭാരമെന്ന് പറയുന്നത്. അപ്പോൾ വസ്തുവിൻ്റെ ഭാരമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? വസ്തുവിൻ്റെ ഭാരമെന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രനിലോ മറ്റ് ആകാശഗോളങ്ങളിലോ ആയിരിക്കുമ്പോൾ ആ ഗോളങ്ങൾ വസ്തുവിനെ ആകർഷിക്കുന്ന ബലമാണ് അവിടത്തെ ഭാരം, ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ മാസ് എം ആയാൽ, വസ്തുവിൻ്റെ മാസിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്നത്? എം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ മാസ് എം ആയാൽ വസ്തുവിൻ്റെ ഭാരം എന്തായിരിക്കും? എം ജി ആയിരിക്കും. ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ മാസ് എന്താണ്? മാസ് എം ആണ്. അപ്പോൾ വസ്തുവിൻ്റെ ഭാരം എന്താണ്? ഭാരം എം ജി ആണ്. ഇനി സ്പ്രിങ് ബാലൻസ്, പ്ലാറ്റ്ഫോം ബാലൻസ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഭാരം അളക്കുന്നത്. അപ്പോൾ ഭാരം അളക്കുന്നത് എന്തൊക്കെ ഉപയോഗിച്ചാണ്? സ്പ്രിങ് ബാലൻസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ബാലൻസ് എന്നിവ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭാരം അളക്കുന്നത്. അപ്പോൾ ഭാരം അളക്കുന്ന ഉപകരണം ചോദിച്ചാൽ സ്പ്രിങ് ബാലൻസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ബാലൻസ്. ഇനി മാസ് അളക്കുന്ന ഉപകരണം നമ്മൾ പറഞ്ഞു അത് കോമൺ ബാലൻസ് ആണ്. എല്ലാത്തിലും ബാലൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. മാസിലാണെങ്കിൽ കോമൺ ബാലൻസ്, ഭാരത്തിനാണെങ്കിൽ എന്താണ്? സ്പ്രിങ് ബാലൻസ്. പിന്നെ പ്ലാറ്റ്ഫോം ബാലൻസും ഉപയോഗിച്ച് നമ്മൾ ഭാരം അളക്കാറുണ്ട്. ഇനി ഭാരത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ഭാരത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൻ. നമ്മൾ N എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. എഴുതിയാൽ നമ്മൾ എന്തെന്ന് പറയും? ന്യൂട്ടൻ എന്ന് പറയും. അപ്പോൾ ഇതാണ് ഭാരത്തിൻ്റെ യൂണിറ്റ്. അപ്പോൾ മാസിൻ്റെ യൂണിറ്റ് എന്താവെന്ന് പറഞ്ഞേ? മാസിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം. കിലോഗ്രാം. ഓക്കെ അല്ലേ? കിലോഗ്രാം വെയിറ്റ് kg/WT എന്നത് ഭാരത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ്. അപ്പം നമ്മുടെ ന്യൂട്ടൺ മാത്രമല്ല ഭാരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, പിന്നെ എന്ത് കൂടിയുണ്ട്? കിലോഗ്രാം വെയിറ്റ്. കിലോഗ്രാം വെയിറ്റ് ഇതും എന്താണ്? നമ്മുടെ ഭാരത്തിൻ്റെ
മറ്റൊരു യൂണിറ്റാണ്. അപ്പോൾ ഭാരത്തിന് 2 യൂണിറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് ന്യൂട്ടനും എൻ സൂചിപ്പിക്കും, ക്യാപിറ്റൽ ലെറ്റർ എന്നിൽ സൂചിപ്പിക്കും. മറ്റൊന്ന് എന്താണ്? മറ്റൊന്ന് കിലോഗ്രാം വെയിറ്റ് ആണ്, kgWTയിൽ നമ്മൾ സൂചിപ്പിക്കും. സ്പ്രിംഗ് ബാലൻസിൽ സാധാരണയായി കിലോഗ്രാം വെയിറ്റിനെ kg എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പ്രിംഗ് ബാലൻസ് പറഞ്ഞല്ലോ, നമ്മുടെ ഭാരം അളക്കുന്ന ആ ഒരു ഉപകരണം, അതാണ് സ്പ്രിംഗ് ബാലൻസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പ്രിംഗ് ബാലൻസിൽ സാധാരണയായി കിലോഗ്രാം വെയിറ്റിനെ അല്ലെങ്കിൽ kg എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കിലോഗ്രാം വെയിറ്റ് നമ്മൾ പറഞ്ഞല്ലോ kgWT, അതിനെന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? kg എന്നാണ് സ്പ്രിംഗ് ബാലൻസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 50 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. 50 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? അപ്പോൾ അത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളിവിടെ പ്രത്യേകിച്ച് ഒരു മഞ്ഞ പെട്ടിക്കുള്ളിൽ തന്നിട്ടുണ്ട്. എന്താണ് 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 kg വെയിറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 1 കിലോഗ്രാം ഭാരം അഥവാ 1 kgWT എന്ന് പറയുന്നത്. ഭാരം അഥവാ 1 കിലോഗ്രാം വെയിറ്റ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം അല്ലെങ്കിൽ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 കിലോഗ്രാം ഭാരം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം വെയിറ്റ് എന്താണ്? 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. F = ma mg = mg. അതാണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടെ എന്താണ്? ma എന്ന് പറഞ്ഞാൽ മാസാണ്, അതുപോലെ mg എന്ന് പറഞ്ഞാൽ ഭാരമാണ്. അപ്പോൾ 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം, അതിന് തുല്യമായ എന്ത് ബലമാണ് നമ്മൾ 1 കിലോഗ്രാം ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അവിടെ അപ്പം നമുക്കുള്ള ഇക്വേഷൻ, ഈ ഇക്വേഷൻ എഴുതിയാൽ നമ്മൾ ചെയ്യേണ്ടത് F = ma mg. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ 1 കിലോഗ്രാം വെയിറ്റ് = 1 കിലോഗ്രാം വെയിറ്റ് എന്നതുകൊണ്ട് എന്താ പറയുന്നത്? 1 kg × 9.8 m/s² = 9.8 കിലോഗ്രാം m/s² = 9.8 ന്യൂട്ടൺ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടനാണ് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? 9.8 ന്യൂട്ടനാണ് ഇവിടുത്തെ ഈ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്, 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 50 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? അപ്പം നമുക്ക് നോക്കാം. 50 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭാരം എങ്ങനെയാണ്? mg എന്ന് പറയുന്നത് എത്രയാണ്? 50 കിലോഗ്രാം ആണ്. ഇൻറ്റു എത്രയാ നമുക്ക് കിട്ടുന്നത്? 9.8 m/s². അപ്പോൾ നമ്മൾ പറഞ്ഞു 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 9.8 m/s² ആണ്. അപ്പോൾ 50 കിലോഗ്രാം വരുമ്പോൾ 50 × 9.8 m/s² ആണ്. അപ്പോൾ ദാറ്റ് ഈസ് എത്രയെന്ന് നമുക്ക് കിട്ടും? 490 ന്യൂട്ടനാണ് ഇവിടത്തെ എന്ത് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? 50 കിലോഗ്രാം വെയിറ്റ്, കിലോഗ്രാം ഭാരം എന്നും അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഇതിനെ 50 കിലോഗ്രാം ഭാരം എന്നും നമുക്കിവിടെ പറയാം. 50 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭാരം എത്രയാണ്? 490
ന്യൂട്ടൺ. അപ്പോൾ ഇതിനെ എന്തെന്നും കൂടി അറിയപ്പെടുന്നു? 50 കിലോഗ്രാം വെയിറ്റ്, കിലോഗ്രാം ഭാരം എന്നും അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്ക്. എന്താണെന്ന് നോക്കാം. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരം കണക്കാക്കുക. അപ്പോൾ 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വസ്തുവിനെ ചന്ദ്രനിൽ എത്തിച്ചാൽ ഭാരം എത്രയായിരിക്കും എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചന്ദ്രനിലെ ജി എന്ന് പറയുന്നത് എത്രയാണ്? 1.62 മീറ്റർ/സെക്കൻഡ് ആണ്. ഭൂമിയിലെ ഭാരം എന്ന് പറയുമ്പം എത്രയാണ്? mg = 10 × 9.8 എത്രയാണ്? 98 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്². അതായത് 98 ന്യൂട്ടനാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ചന്ദ്രനിലാണെങ്കിലോ 1.62 മീറ്റർ/സെക്കൻഡ്² ആണ്. അപ്പോൾ അത് നമ്മൾ ചന്ദ്രനിലെ ഭാരം mg = 10 × 1.62 എത്രയെന്ന് നമുക്ക് കിട്ടും? 16.2 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി മാസും ഭാരവും തമ്മിലുള്ള വ്യത്യാസം ഒരു കോളത്തിൽ ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ പൂർത്തിയാക്കണം. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് അളക്കാൻ ഉപയോഗിക്കുന്നത് കോമൺ ബാലൻസ് ആണ് മാസ് അളക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കോമൺ ബാലൻസ് ആണ്. എന്നാൽ ഭാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണം വെച്ചിട്ടാണ്? സ്പ്രിങ് ബാലൻസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് ഭാരം അളക്കുന്നത്. ഇനി നമുക്ക് പറഞ്ഞൂടെ, മാസ് എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ്. മാസ് ഒരു അദിശ അളവാണ്. ഭാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സദിശ അളവാണ്. അടുത്ത് നമുക്ക് പറയാം, മാസ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ ചന്ദ്രനിലായാലും ഭൂമിയിലായാലും ഒരു വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. ഒരേപോലെ ആയിരിക്കും. മാസ് എന്ന് പറയുന്നത് ഒരേപോലെയാണ്, തുല്യമായിരിക്കും. എന്നാൽ ഭാരം എന്ന് പറയുന്നത് ജിയുടെ മൂല്യം മാറുന്നതിനനുസരിച്ച് ഭാരം എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജിയുടെ മൂല്യത്തിനനുസരിച്ച് ഭാരവും മാറും. ഇനി അതുപോലെ തന്നെ നമുക്ക് പറയാം, നമ്മുടെ മാസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. അപ്പോൾ മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. എന്നാൽ നമ്മുടെ ഭാരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം വെയിറ്റ് ആണ്, WT ആണ്, kg WT അല്ലെങ്കിൽ ന്യൂട്ടൺ എന്ന് നമുക്ക് പറയാം. യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടനാണ് ഭാരത്തിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കപ്പലിൽ കയറ്റി അയച്ച വസ്തുക്കളെ കൊച്ചിയിൽ ഉപയോഗിച്ച അതേ സ്പ്രിങ് ബാലൻസ് ഉപയോഗിച്ച് ഇംഗ്ലണ്ടിൽ വച്ച് തൂക്കിയപ്പോൾ 200 ന്യൂട്ടൺ ഭാരം കൂടുതലായി കണ്ടു. എന്തായിരിക്കും കാരണം? ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ നമുക്കറിയാം, കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറ്റി അയച്ച വസ്തുക്കളെ കൊച്ചിയിൽ ഉപയോഗിച്ച് അതേ സ്പ്രിങ് ബാലൻസ് ഉപയോഗിച്ച് ഇംഗ്ലണ്ടിൽ തൂക്കിയപ്പോൾ എത്ര ഭാരം കൂടുതലായി കണ്ടു? 200 ന്യൂട്ടൺ ഭാരം കൂടുതലായി കണ്ടു. അപ്പം നമ്മളിവിടെ പഠിച്ചത് എന്താണ്? ജിയുടെ വാല്യൂ അനുസരിച്ച്, ജിയുടെ മൂല്യം അനുസരിച്ച് ഭാരം കൂടുകയും കുറയുകയും, വെയിറ്റിൽ കൂടുതലും കുറവും അനുഭവപ്പെടാം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ധ്രുവപ്രദേശത്താണോ ഭൂമധ്യരേഖ പ്രദേശത്താണോ ഭാരം കൂടുതൽ അനുഭവപ്പെടുന്നത്? നമ്മൾ പഠിച്ചു എന്താണ്? ഒരു വസ്തുവിന് ധ്രുവപ്രദേശത്താണ് ഭാരം കൂടുതൽ അനുഭവപ്പെടുന്നത്. ഇപ്പം ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഏറെക്കുറെ ധ്രുവപ്രദേശത്തോടടുത്ത് ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് കൂടുതലാണ്? അവിടെ ഭാരം കൂടുതൽ അനുഭവപ്പെടും. ഇനി കൊച്ചി എന്ന് പറയുന്നത് ഭൂമധ്യരേഖ പ്രദേശത്തടുത്ത് ആയതുകൊണ്ട് തന്നെ അവിടെ ഭാരക്കുറവ് അനുഭവപ്പെടും. ഭൂകേന്ദ്രത്തിൽ വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? ഭൂകേന്ദ്രത്തിൽ, ഭൂമിയുടെ കേന്ദ്രം എന്ന് പറയുന്നത്, ഭൂമിയുടെ കേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഭൂകേന്ദ്രത്തിൽ ജിയുടെ വസ്തുവിൻ്റെ ഭാരം എത്രയാണ്? 0 ആയിരിക്കും. ഒരു വസ്തു ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ ഭാരത്തിന് മാറ്റമുണ്ടാകുമോ?
അപ്പം നമ്മൾ അതിനെക്കുറിച്ച് പറയുകയാണ്. നിർബാധ പതനവും ഭാരമില്ലായ്മയും. ഒരു സ്പ്രിങ് ബാലൻസിൽ 20 ഗ്രാം തൂക്കക്കട്ടി കൊളുത്തിയിട്ട് സ്പ്രിങ് ബാലൻസ് കയ്യിൽ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് താഴ്ത്തുക. അപ്പോൾ സ്പ്രിങ് ബാലൻസ്, നമ്മൾ സ്പ്രിങ് ബാലൻസിൻ്റെ കാര്യം നേരത്തെ പഠിച്ചായിരുന്നു. എന്താ പറഞ്ഞത്? സ്പ്രിങ് ബാലൻസ് എന്ന് പറയുന്നത് ഭാരം അളക്കുന്ന ഉപകരണമാണല്ലേ. സ്പ്രിങ് ബാലൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 20 ഗ്രാം തൂക്കക്കട്ടി കൊളുത്തിയിട്ട് സ്പ്രിങ് ബാലൻസ് കയ്യിൽ പിടിച്ച് കൊണ്ട് പെട്ടെന്ന് താഴ്ത്തുക. ഈ സമയത്ത് റീഡിങ്ങിലുണ്ടായ മാറ്റം എന്തായിരിക്കും? അപ്പോൾ ഈ സമയത്ത് എന്തായിരിക്കും മാറ്റം വരുന്നത്? അവിടെ ഈ സമയത്ത് റീഡിങ്ങിലുണ്ടായ മാറ്റം എന്താണ്? അവിടെ റീഡിങ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞെന്താ? ഒരു സ്പ്രിങ് ബാലൻസിൽ 20 ഗ്രാം തൂക്കക്കട്ടി കൊളുത്തിയിട്ട് സ്പ്രിങ് ബാലൻസ് കയ്യിൽ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് താഴ്ത്തിയാൽ അവിടെ റീഡിങ്ങിലുണ്ടാകുന്ന മാറ്റം എന്താണ്? അവിടെ റീഡിങ് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ഇവയെ സ്വതന്ത്രമായി പതിക്കാൻ അനുവദിച്ചാൽ റീഡിങ് 0 കാണാമല്ലോ. ഇനി നമ്മൾ അവിടെ റീഡിങ്ങിൽ എന്ത് ചെയ്യുന്നു? അവിടെ അവയെ സ്വതന്ത്രമായി പതിക്കാൻ നമ്മൾ അനുവദിക്കുമ്പോൾ അവിടുത്തെ റീഡിങ് എന്താകുന്നു? 0 മാറുന്നു. ഇനി നോക്കിയേ, ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ മാത്രം ഭൂമിയിലേക്ക് പതിക്കും. ഇത്തരം ചലനമാണ് നിർബാധ പതനം. അപ്പോൾ എന്താണ് നിർബാധ പതനം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ പറയണം. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ മാത്രം എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് പതിക്കും. ഇത്തരം ചലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിർബാധ പതനം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തെങ്ങിൽ നിന്നും ഞെട്ടറ്റ് വീഴുന്ന ഒരു തേങ്ങ, അത് നമുക്ക് എന്താണ് എന്ന് പറയാം? അതിൻ്റെ പതനം എന്ന് പറയുന്നത് നിർബാധ പതനമാണ് എന്ന് പറയാം. തെങ്ങിൽ നിന്നൊരു തേങ്ങ ഞെട്ടറ്റ് വീഴുന്നത് അതെന്ത് തരം ചലനമാണ്? പതനമാണ്. നിർബാധ പതനമാണ് ആ ചലനം. നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ത്വരണമുണ്ട് എന്ന് അറിയാമല്ലോ. അപ്പം നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ പ്രത്യേകത, അവയ്ക്ക് എന്തുണ്ട്? അവയ്ക്ക് ത്വരണമുണ്ട്. ത്വരണത്തിന് ആവശ്യമായ ബലം നൽകുന്നത് ഏത് ബലമാണ്? ഗുരുത്വാകർഷണ ബലമാണ്. ത്വരണത്തിന് ആവശ്യമായ ബലം നൽകുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണം നൽകുന്ന ബലം മുഴുവൻ ത്വരണമുണ്ടാക്കാൻ ഉപയോഗിച്ചാൽ പിന്നെ വസ്തുവിന് ഭാരമുണ്ടാകില്ലെന്ന് പരീക്ഷണത്തിൽ കൂടി വ്യക്തമായല്ലോ. അപ്പം നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, മാസ് കൂടിയാൽ ത്വരണം കുറയും, മാസ് കുറഞ്ഞാൽ ത്വരണം കൂടും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ത്വരണമുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ത്വരണത്തിന് ആവശ്യമായ ബലം നൽകുന്നത് ഏത് ബലമാണ്? ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലം നൽകുന്ന ബലം മുഴുവൻ ത്വരണമുണ്ടാക്കാൻ ഉപയോഗിച്ചാൽ അവിടെ വസ്തുവിന് ഭാരമുണ്ടാകുമോ? ഇല്ല, അവിടെ വസ്തുവിന് ഭാരമുണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഭാരമില്ലായ്മ അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളേവ. അപ്പോൾ നമുക്ക് നോക്കാം. സ്പേസ് സ്റ്റേഷനുകളിൽ ഭൂമിയെ ചുറ്റുന്നയാൾക്ക് എന്ത്? ഭാരം ഉണ്ടാകില്ല. അപ്പോൾ ഭാരമില്ലായ്മ അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയാം എന്തൊക്കെയാണ്? സ്പേസ് സ്റ്റേഷനുകളിൽ ഭൂമിയെ ചുറ്റുന്ന ആളിന് ഭാരമുണ്ടാകുമോ? ഇല്ല. അതുപോലെ തന്നെ ജിയാൻഡ് വീലിൽ കറങ്ങുന്ന അവസരത്തിൽ നമുക്ക് എന്ത് അനുഭവപ്പെടുന്നുണ്ട്? ഭാരക്കുറവ്, ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നു. പിന്നെ നമുക്ക് പറയാം യന്ത്ര ഊഞ്ഞാലിൽ താഴേക്ക് വരുമ്പോൾ എന്ത് അനുഭവപ്പെടും? ഭാരക്കുറവ് അനുഭവപ്പെടും. നമ്മൾ യന്ത്ര ഊഞ്ഞാലിലൊക്കെ കയറിയിരുന്ന് താഴേക്ക് വരുമ്പോൾ അവിടെ ഭാരക്കുറവ് അനുഭവപ്പെടും, ഭാരമില്ലായ്മ അനുഭവപ്പെടും. പിന്നെ പറയാം നമ്മൾ ലിഫ്റ്റിൽ താഴേക്ക് വരുമ്പോൾ അവിടെ എന്ത് അനുഭവപ്പെടും? ഭാരമില്ലായ്മ അനുഭവപ്പെടും. ഇതൊക്കെയാണ് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. ഇനിതാ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടാൻ കാരണം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിർബാധം പതിക്കുന്ന കല്ലിൻ്റെ ചലനം നേർരേഖയിലാണല്ലോ. അപ്പം ഈ നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം എന്താണ്? അപ്പം നമുക്ക് പറയാം, നമ്മുടെ വസ്തുവിന് ലഭിക്കുന്ന ആകർഷണം മുഴുവൻ ത്വരണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ വസ്തു താഴേക്ക് വരുമ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നിർബാധം പതിക്കുന്ന ഒരു വസ്തു വരുമ്പോൾ താഴേക്ക് എത്തുമ്പോൾ അതിൻ്റെ ആ ഒരു വസ്തുവിന് ലഭിക്കുന്ന ആകർഷണം മുഴുവൻ എവിടെയായിട്ട് വിനിയോഗിക്കുന്നു? ത്വരണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. ത്വരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് മൂലമാണ് എന്ത് ചെയ്യുന്നത്? വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് വർത്തുള ചലനത്തെക്കുറിച്ചാണ്.
ചരടിൽ കെട്ടിയ ഒരു കല്ല് ചിത്രത്തിൽ കാണുന്നത് പോലെ കറക്കിയാൽ കല്ലിൻ്റെ ചലനം വൃത്തപാതയിലല്ലേ? അതെ, ഇത് വർത്തുള ചലനമാണ്. അപ്പോൾ വൃത്തപാതയിൽ സഞ്ചരിക്കുന്ന ഏതൊരു വസ്തുവിൻ്റെയും ചലനത്തെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? വർത്തുള ചലനമെന്ന് പറയാൻ പറ്റും. ഈ കല്ല് വൃത്തപാതയിൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ അത് സമവർത്തുള ചലനമാണ്. അപ്പോൾ വർത്തുള ചലനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ്? നമ്മളിവിടെ ഒരു കുട്ടി ഇവിടെ ചരടിൽ ഒരു കല്ല് കെട്ടി കറക്കുന്നത് കണ്ടു. അപ്പോൾ ഈ കല്ലിൻ്റെ ചലനം വൃത്തപാതയിലാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഈ ചലനം എന്താണ്? ഇതൊരു വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. ഈ കല്ല് വൃത്തപാതയിൽ തുല്യ സമയ ഇടവേളയിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ അത് എന്ത് തരത്തിലുള്ള ചലനമാണ്? അത് സമവർത്തുള ചലനമാണ്. അപ്പോൾ ഈ കല്ല് വൃത്തപാതയിൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? സമവർത്തുള ചലനം എന്ന് പറയാം. അപ്പോൾ ഒരു ചരടിൽ കെട്ടിയ ഒരു കല്ല് നമ്മൾ എന്ത് ചെയ്യുന്നു? കല്ല് ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതേപോലെ നമ്മൾ കറക്കിയാൽ എന്ത് ചെയ്യുന്നു? കല്ലിൻ്റെ ചലനം വൃത്തപാതയിലാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഈ ഒരു ചലനത്തെ വർത്തുള ചലനം എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ കല്ല് വൃത്തപാതയിൽ തുല്യ ദൂരം തുല്യ സമയം സഞ്ചരിച്ചാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? സമവർത്തുള ചലനം എന്ന് പറയൂന്ന് പറഞ്ഞു. ഇനി ഈ വസ്തുവിന് സമവേഗമാണെങ്കിലും സമപ്രവേഗമായിരിക്കുമോ? എന്തുകൊണ്ട്? അപ്പോൾ ഈ വസ്തുവിന് സമവേഗമാണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ ഇതിനെന്തില്ല? സമപ്രവേഗം ആയിരിക്കില്ല. കാരണം എന്താണ്? സമപ്രവേഗമാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? അവിടെ ദിശ കറക്റ്റായി. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ ദിശ, ഇത് കല്ല് ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ ദിശ എന്തായിരിക്കും? അവിടെ ദിശ ഒരേപോലെ അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇതിൻ്റെ പ്രവേഗം എന്താണ്? സമപ്രവേഗം ആയിരിക്കില്ല എന്ന് പറയാം. ഓപ്പോസിറ്റാണ് ദിശ എന്ന് പറയുന്നത്. ഇനി ഈ വസ്തുവിൽ ഏതെങ്കിലും ബലം അനുഭവപ്പെടുന്നുണ്ടോ? അപ്പോൾ ഈ വസ്തുവിൽ എന്ത് അനുഭവപ്പെടുന്നുണ്ട്? ബലം അനുഭവപ്പെടുന്നുണ്ട്. അതിനുള്ള കാരണം നമ്മൾ പറയുന്നു. അപ്പോൾ നമുക്കറിയാം എന്താ ഈ വസ്തു എന്താണ് നമ്മൾ ഇവിടെ ഒരു ബലം കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ ആ വസ്തുവിനെ നമുക്ക് അവിടെ കറക്കാൻ കഴിയുന്നത്. ആ ചരട് കല്ലിൽ കെട്ടി നമുക്ക് കറക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ആ വസ്തുവിൽ ഒരു ബലം അനുഭവപ്പെടുന്നത് കൊണ്ടല്ലേ? അതെ. ചരട് കയ്യിൽ നിന്ന് വിട്ടാൽ കല്ല് ഏത് ദിശയിലായിരിക്കും ചലിക്കുക? തൊടുവരയിൽ കൂടിയായിരിക്കുമല്ലോ. അപ്പോൾ ചരട് കയ്യിൽ നിന്ന് പോയാൽ എന്താണ്? ഈ കല്ല് ഈ തൊടുവര ഇത് എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും കല്ല് പോകുന്നത്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. അപ്പോൾ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ത്വരണം എന്ന് പറയുന്നത്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് ത്വരണം എന്ന് പറയുന്നത്. വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. എന്താണ് അഭികേന്ദ്ര ത്വരണം എന്ന് ചോദിക്കാം. അപ്പം നമ്മൾ പറയുക വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. അപ്പോൾ എന്താണ് അഭികേന്ദ്ര ത്വരണം എന്ന് ചോദിച്ചാൽ പറയുക വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണത്തെ നമ്മൾ എന്തെന്ന് പറയും? അഭികേന്ദ്ര ത്വരണം എന്ന് പറയും. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം എന്ന് പറയുന്നത്. ഈ ത്വരണത്തിന് ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം. അപ്പോൾ ഈ അഭികേന്ദ്ര ത്വരണത്തിന് ആവശ്യമായ ബലത്തിന് എന്തെന്ന് പറയും? അഭികേന്ദ്ര ബലം എന്ന് പറയും. അപ്പം നമ്മുടെ കൈയാണ് ഇത് നൽകിയത്. അപ്പം നമ്മുടെ കൈയല്ലേ നമ്മൾ ആയിട്ട് അഭികേന്ദ്ര ബലം എന്ന് കൊടുക്കുന്നത്? നമ്മുടെ കൈയാണ് ഇവിടെ. അഭികേന്ദ്ര ബലമില്ലെങ്കിൽ വർത്തുള ചലനം ഉണ്ടാകുമോ? അപ്പോൾ അഭികേന്ദ്ര ബലമില്ലെങ്കിൽ എന്തുണ്ടാകത്തില്ല? വർത്തുള ചലനം ഉണ്ടാകില്ല. ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നതും സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതും ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതും അഭികേന്ദ്ര ബലത്തിന് വിധേയമായിട്ടാണ്. ചിലപ്പോൾ ഇതൊക്കെ ഉദാഹരണമായിട്ട് തന്നിട്ട് ചോദിക്കും ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നത് ഏത് തരം ബലത്തിന് ഉദാഹരണമാണ്? അഭികേന്ദ്ര ബലമാണ്. അതുപോലെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് എന്താണ്? അഭികേന്ദ്ര ബലമാണ്. ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതും എന്താണ്? അഭികേന്ദ്ര ബലത്തിന് വിധേയമായിട്ടാണ്. ഇനി ഇവിടെ വളവ് തിരിയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഒരു വസ്തുവിൻ്റെ സഞ്ചാരപാത പൂർണ്ണവൃത്തമല്ലെങ്കിലും ഒരു ചാപം അഥവാ ഒരു ആർക്ക് മാത്രമാണെങ്കിലും അതിനെ വൃത്തപാതയായി കണക്കാക്കണം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ സഞ്ചാരപാത പൂർണ്ണവൃത്തമല്ല, പക്ഷെ അതൊരു ചാപമാണെങ്കിൽ ആർക്കായിട്ടാണെങ്കിലും എന്താണ് ആ ഒരു വൃത്തപാതയായിട്ട് നമ്മൾ അതിനെ കണക്കാക്കണമെന്നാണ് പറയുന്നത്. അതിനാലാണ് വളവുകൾ തിരിയുന്ന സന്ദർഭങ്ങളിൽ വാഹനങ്ങൾ വൃത്തപാതയിലാണെന്ന് പറയുന്നത്. അപ്പോൾ വളവ് തിരിയുമ്പോഴുള്ള
വാഹനങ്ങളുടെ പാത എന്താണ് എന്ന് ചോദിക്കാം. അതെന്താണ്? വൃത്തപാതയാണ്. ഇങ്ങനെ ചിലപ്പോൾ ഒരു ഉദാഹരണം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കാം. വളവുകൾ തിരിയുന്ന സന്ദർഭങ്ങളിൽ വാഹനങ്ങൾ വൃത്തപാതയിലാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതെന്താണ്? അതിന് കാരണം എന്താണ്? വർത്തുള വൃത്തപാതയിലാണ്, അതായത് വർത്തുള ചലനമാണെന്ന് നമുക്ക് പറയാം. അഭികേന്ദ്ര ബലത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് വളവ് തിരിയുന്ന വാഹനങ്ങൾ വളവിൻ്റെ പുറത്തേക്ക് മറിയാനുള്ള പ്രവണത കാണിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്? അഭികേന്ദ്ര ബലമില്ലെങ്കിൽ വർത്തുള ചലനം ഉണ്ടാകുമോ? അഭികേന്ദ്ര ബലമില്ലെങ്കിൽ എന്തില്ല? വർത്തുള ചലനമില്ല. കാരണം എന്താണ്? ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു അഭികേന്ദ്ര ബലത്തിന് ഉദാഹരണമാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ അഭികേന്ദ്ര ബലത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് വളവുകൾ തിരിയുന്ന വാഹനങ്ങൾ എന്ത് ചെയ്യുന്നത്? വളവിൻ്റെ പുറത്തേക്ക് മറിയാനുള്ള പ്രവണത കാണിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയും ചോദിക്കാം. വളവുകൾ തിരിയുന്ന വാഹനങ്ങൾ വളവിൻ്റെ പുറത്തേക്ക് മറിയാനുള്ള പ്രവണത കാണിക്കുന്നതിനുള്ള കാരണം എന്താണ്? അഭികേന്ദ്ര ബലത്തിൻ്റെ അപര്യാപ്തത മൂലമാണ്. വാഹനത്തിൻ്റെ മാസം വേഗവും വളവിൻ്റെ വക്രതയും വാഹനം മറിയാനുള്ള പ്രവണതയെ സ്വാധീനിക്കുന്നു. അപ്പോൾ വാഹനത്തിൻ്റെ മാസ്, അതുപോലെ വേഗത, വളവിൻ്റെ വക്രത, ഇതൊക്കെ എന്ത്? വാഹനം മറിയാനുള്ള പ്രവണതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അഭികേന്ദ്ര ബലത്തിന് വിധേയമായി സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ സഞ്ചാരപാത വർത്തുളമോ വക്രമോ ആയിരിക്കും. അപ്പോൾ അഭികേന്ദ്ര ബലത്തിന് വിധേയമായി സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ പാതയുടെ സഞ്ചാരപാത എങ്ങനെയായിരിക്കും? ഒന്നുകിൽ വർത്തുളമായിരിക്കും, അല്ലെങ്കിൽ വക്രമായിരിക്കും. അത് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ അഭികേന്ദ്ര ബലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ അവയുടെ അഭികേന്ദ്ര ബലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ്, അല്ലേ? അപ്പോൾ ഇതിന് കാരണം എന്താണ്? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് അഭികേന്ദ്ര ബലം ആയിട്ട് മാറുന്നത്. ഭാരതത്തിൻ്റെ ശാസ്ത്രരംഗത്തെ പുതുയുഗപ്പിറവിക്ക് കാരണമായ ചന്ദ്രയാൻ 3 ഇതേ ഗുരുത്വാകർഷണ ബലം മറികടന്നാണ് ഇവിടെ എത്തിച്ചേർന്നത്? നമ്മുടെ ചന്ദ്രനിലെത്തിയത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിച്ച് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് പോകണമെങ്കിൽ വളരെയധികം ഊർജം ആവശ്യമില്ലേ? അതുകൊണ്ട് ഉപഗ്രഹ വിക്ഷേപണത്തിന് വലിയ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് ഊർജം ആവശ്യമായതുകൊണ്ടാണ് ഉപഗ്രഹ വിക്ഷേപണത്തിന് വലിയ വലിയ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇത് ചെലവ് വർദ്ധിപ്പിക്കുന്നു. ചന്ദ്രയാൻ വിക്ഷേപണത്തിന് ഉപയോഗിച്ച സാങ്കേതിക മേന്മ കൊണ്ട് മറ്റു രാജ്യങ്ങളുടെ ചന്ദ്ര മിഷനുകളെ അപേക്ഷിച്ച് ശേഷി കുറഞ്ഞ റോക്കറ്റുകൾ ഉപയോഗിച്ച് ചന്ദ്രയാനെ ചന്ദ്രനിലെത്തിക്കാൻ സാധിച്ചു. ചന്ദ്രനിലെത്തുന്ന ലാൻഡറിൻ്റെ വേഗം ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലം മൂലം വർദ്ധിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന വേഗത വർധനവിനെ ക്രമമായി കുറച്ചാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ഈ സാങ്കേതിക വിദ്യയുടെ മികവിനെയാണ് പാഠാരംഭത്തിൽ കുട്ടികൾ വാഴ്ത്തിയത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്